എല്ലാവർക്കും നമസ്തേ. വളരെ വിചിത്രമായ ഒരു സംഭവമാണ് ഈ അടുത്ത സമയത്ത് നടന്നത്. 2 ദിവസങ്ങളായിട്ട് നമ്മൾ ചർച്ചകളിലൊക്കെ കാണുന്നുണ്ട്. അതായത് ശബരിമല സ്വർണം തട്ടിയെടുത്ത കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ വക്കീലിനെ നമ്മുടെ സർക്കാർ ഈ കേസ് വാദിക്കുന്നതിനായി കോടതിയിൽ ഗവൺമെൻറ് പ്ലീഡറായി നിയമിച്ചിരിക്കുന്നു. അത് വളരെയേറെ വിമർശനമുണ്ടായി. അപ്പോൾ ദേവസ്വം മന്ത്രി നമ്മുടെ കെ മുരളീധരൻ അദ്ദേഹത്തോട് ഇതേക്കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇത് ഞാൻ ഇങ്ങനെ ഒരു പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതിനുള്ള അധികാരം മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നു, തനിക്കൊന്നും അറിയില്ല, ക്യാബിനറ്റിൻ്റെ തീരുമാനത്തെ താൻ എതിർത്ത് പറയുന്നില്ല, പൂർണ്ണമായും ഇതിന് ഉത്തരവാദി വി.ഡി. സതീശനാണെന്നാണ് കെ മുരളീധരൻ, ദേവസ്വം മന്ത്രി കെ മുരളീധരൻ പറഞ്ഞത്. ഇതിൽ നിന്ന് തന്നെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത് സ്വർണ്ണത്തട്ടിപ്പുകാർക്ക് അനുകൂലമായിട്ട് വിധി വരണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മുടെ എന്താണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചത്, നിലപാടുകളുടെ രാജാവെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന വി.ഡി. സതീശൻ ചെയ്ത പണിയാണ് നമ്മളുടെ മുന്നിൽ തുറന്നു കാണിക്കപ്പെട്ടത്. അതായത് സ്വർണം കട്ട ഒരാരപ്പ സഹാക്കളാണേ അയ്യപ്പ എന്ന് പറഞ്ഞ് പാട്ടും പാടി നടന്ന് വോട്ട് പിടിച്ചാണ് സതീശനും സംഘവും അധികാരത്തിലേറിയത്. ആ സതീശൻ തന്നെ സ്വർണം കട്ട സഖാക്കളെ സംരക്ഷിക്കാൻ വേണ്ടി ഇതിനകത്തിലൊരു പ്രതിയെ രക്ഷിക്കാൻ കോടതിയിൽ ഹാജരായ, അതായത് ജാമ്യം കിട്ടുന്നതിനായി ഹാജരായ KB പ്രദീപ് എന്ന് പറഞ്ഞ വക്കീലിനെ അവർക്കെതിരായിട്ട് തന്നെ വാദിക്കാൻ നിയോഗിച്ചിരിക്കുന്നു, അവർക്കെതിരായിട്ട് കേസ് വാദിക്കാൻ. അപ്പോൾ ലക്ഷങ്ങൾ വാങ്ങി അവർക്ക് വേണ്ടി ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിക്കുകയും വാദിക്കുകയും ചെയ്ത ഒരു വക്കീൽ ഒരിക്കലും അവർക്കെതിരായി പ്രവർത്തിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. സർക്കാർ കൊടുക്കുന്ന തുക, ഫീസ് വേറെ, പക്ഷേ അവരിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങിയിട്ട് അവർക്ക് വേണ്ടി വാദിച്ചു തോറ്റെങ്കിലും ഇങ്ങനെ ഒരു കേസ് കോടതിയിൽ വരുമ്പോൾ അവർക്കെതിരായിട്ട് വരുന്ന വക്കീൽ തീർച്ചയായിട്ടും അവർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടേ സ്വീകരിക്കുകയുള്ളൂ. നേരത്തെ വാങ്ങിയ പണത്തിന് ആ ഒരു ഇത് കാണിക്കണമല്ലോ. ഇത് ഏതൊരു സാധാരണ വ്യക്തിക്കും മനസ്സിലാവുന്ന കാര്യമാണ്. എന്നിട്ട് കൂടി നമ്മുടെ മുഖ്യമന്ത്രി സതീശൻ കാണിച്ചത് വിശ്വാസികളെ വഞ്ചിക്കുന്ന നടപടിയാണ്. ക്ഷേത്രവിശ്വാസികളെ, മറ്റു വിശ്വാസികളല്ല, മറ്റു വിശ്വാസികൾക്ക് ഒപ്പം നിൽക്കുമ്പോൾ ഹിന്ദു വിശ്വാസികളെ, സനാതനധർമ്മ വിശ്വാസികളെ വഞ്ചിക്കുന്ന അല്ലെങ്കിൽ ക്ഷേത്രങ്ങളെ തകർക്കുന്ന നടപടിയാണ് വി.ഡി. സതീശൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. അത് സതീശൻ്റെ പ്രത്യേക താല്പര്യമാണ് എന്നുള്ളത് മുരളീധരൻ്റെ വാക്കുകളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. അദ്ദേഹം അറിഞ്ഞില്ലെന്നും ക്യാബിനറ്റിൻ്റെ തീരുമാനം മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരം ഉപയോഗിച്ച് അദ്ദേഹം നിയമിച്ചതാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹം അതിനെ മാനിക്കുന്നു എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. തീർച്ചയായും ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. പൊതുജന സമൂഹം ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണം. സർവോപരി ഹിന്ദു മതവിശ്വാസികൾ, ക്ഷേത്രവിശ്വാസികൾ ഇതിനെ ഒരു രീതിയിലും മിണ്ടാതിരിക്കാൻ പാടില്ല, ശക്തമായി പ്രതിഷേധം അറിയിക്കുകയാണ് വേണ്ടത്. കാരണം ഇതിങ്ങനെയാണെങ്കിൽ കേസിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു വിവാദമായതിനു ശേഷം മാത്രമാണ്, ചർച്ചയായതിനു ശേഷം അദ്ദേഹത്തോട് രാജിവെക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു എന്നാണ് ഇന്ന് വന്നിരിക്കുന്ന വാർത്ത. അത് എത്രമാത്രം ആത്മാർത്ഥതയോടാണ് അദ്ദേഹം രാജിവെക്കാൻ ആവശ്യപ്പെട്ടത് എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു വക്കീലിനെ പ്രോസിക്യൂട്ടറായിട്ട് നിയമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് അന്വേഷിച്ചിട്ട് തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അങ്ങനെ ഇദ്ദേഹത്തിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിയാവുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട്
അദ്ദേഹത്തിനെ തന്നെ പ്രോസിക്യൂട്ടറാക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് നമ്മൾ സംശയിക്കേണ്ടത്. തീർച്ചയായും പ്രതികളെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയായിരിക്കാം. അദ്ദേഹത്തിന് അതിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ടല്ലേ ഇങ്ങനെ ഒരു നിയമനത്തിന് തയ്യാറായത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്രമാത്രം ശക്തരായ പ്രതികൾ തീർച്ചയായിട്ടും അവർക്ക് രക്ഷപ്പെടാൻ അവസരമുണ്ടായാൽ അതിൻ്റെ പ്രതിഫലം തീർച്ചയായിട്ടും അതിനെ സഹായിക്കുന്ന ആളിന് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ അങ്ങനെ ഒരു ഡീല് തന്നെയല്ലേ VD സതീശൻ്റെ ഈ നീക്കത്തിന് പിന്നിലുണ്ടായിരുന്നത് എന്നുള്ള കാര്യം നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടതും പ്രതിഷേധിക്കേണ്ടതും ഭക്തജനങ്ങളുടെ കടമയാണ്. അവരുടെ അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ പ്രതിഷേധം അവരടക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ ഭാവിയിലും ഇതേ അവസ്ഥ ആയിരിക്കും, ഇതേ ഗതി തന്നെയായിരിക്കും വിശ്വാസവുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തിലും സംഭവിക്കാൻ പോകുന്നത്. കാരണം VD സതീശൻ പലപ്പോഴും ഉയർത്തിക്കാട്ടിയിട്ടുള്ളതാണ്, പുള്ളി മറ്റു മതവിശ്വാസങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഞാൻ ക്രിസ്തു മതവിശ്വാസിയാണ്, യേശുവിൽ വിശ്വസിക്കുന്ന ആളാണ്, ബൈബിൾ മുടങ്ങാതെ പാരായണം ചെയ്യുന്ന ആളാണ് എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം ഒരിക്കൽ പോലും അദ്ദേഹം ഒരു നമ്മുടെ ക്ഷേത്രാചാരവുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞിട്ടില്ല ഞാൻ ഭഗവത്ഗീത നിത്യവും വായിക്കുന്ന ആളാണെന്നോ അല്ലെ ഭാഗവതം വായിക്കുന്ന ആളാണെന്നോ രാമായണം വായിക്കുന്ന ആളാണെന്നോ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിന് അപമാനമായിട്ട് തോന്നുന്നതുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം അത് പറയാത്തത്. അല്ലെന്നുണ്ടെങ്കിൽ അതിൽ അദ്ദേഹത്തിന് വിശ്വാസമില്ലാത്തത് കൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം അതേക്കുറിച്ച് പരാമർശിക്കാത്തതും. പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്, താൻ ബൈബിള് മുടങ്ങാതെ വായിക്കുന്ന ആളാണ്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരാൾ ഹിന്ദു ധർമ്മത്തെ, സനാതനധർമ്മത്തെ, നമ്മുടെ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ മകനും ഉപമുഖ്യമന്ത്രിയുമായ ആയിരുന്ന ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത് ഓർമ്മയുണ്ടാകുമല്ലോ, സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യമെന്ന്. അതേ മാനസികാവസ്ഥ വിളിച്ചു പറഞ്ഞില്ലെന്നുണ്ടെങ്കിലും പ്രവൃത്തിയിലൂടെ നമ്മുടെ VD സതീശനും അത് തന്നെയല്ലേ നമ്മൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നത്. ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കൾ മോഷ്ടിച്ച ഒരു പ്രതിക്ക് വേണ്ടി, ആ പ്രതിക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി കോടതിയെ സമീപിച്ച വക്കീലിനെ ഈ സ്വർണ്ണ തട്ടിപ്പ് കേസ് കോടതിയിൽ വരുമ്പോൾ വാദിക്കാൻ വേണ്ടി, സർക്കാരിൻ്റെ ഭാഗം വാദിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ഭാഗം വാദിക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്യുക, അതിനെ നിയോഗിക്കുക. തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ ക്ഷേത്രങ്ങളെ തകർക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് VD സതീശനിലുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇതിൽ എതിർപ്പ് ഉള്ളത് കൊണ്ടാണല്ലോ മുരളീധരൻ തന്നെ പറഞ്ഞത്, ദേവസ്വം മന്ത്രി മുരളീധരൻ പറഞ്ഞത്, ഇത് തൻ്റെ തീരുമാനമല്ല, മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരം വെച്ച് അദ്ദേഹം നിയോഗിച്ചതാണ് ബി പ്രദീപിനെ എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും തന്നിഷ്ടത്തിന് തനിക്ക് ഇഷ്ടമുള്ളത് എല്ലാ വകുപ്പിലും പ്രയോഗിക്കുന്നതിന് തുല്യമല്ലേ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തി. പണ്ട് നമുക്ക് പറയാം, VD സതീശൻ നിലപാടുകളുടെ രാജകുമാരനായ VD സതീശൻ പിണറായി വിജയനെ വളരെയേറെ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ വളരെയേറെ നിശിതമായി വിമർശിച്ചുകൊണ്ട് നടന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഖദറിനുള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന പിണറായി വിജയനെയാണ് നമ്മൾ കാണുന്നത്. അഥവാ ഖദറിട്ട പിണറായി വിജയനാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. തമ്മിലൊരു വ്യത്യാസവുമില്ല. കള്ളന്മാർക്കും കൊള്ളക്കാർക്കും കൂട്ടു നിൽക്കുന്ന പ്രവൃത്തി അദ്ദേഹം തന്നെയല്ലേ കാണിച്ചത്. പിണറായി വിജയൻ അദ്ദേഹം സഹാക്കളെ വിട്ട് ക്ഷേത്രങ്ങൾ മൊത്തം മോട്ടിക്കുക, അദ്ദേഹം മോളെ മറയാക്കിക്കൊണ്ട് അഴിമതി നടത്തുക, അതിന് തുല്യമല്ലേ ഇപ്പോൾ നമ്മുടെ VD സതീശനും കാണിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് എതിർക്കപ്പെടേണ്ടതാണ്. വിശ്വാസ സമൂഹം ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ടതാണ്. ഭാവിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാതിരിക്കുന്നതിന് വേണ്ടി, അത് പ്രതികരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു പരീക്ഷണമായിരിക്കാം VD സതീശൻ നടത്തിയത്. ഇതുകൊണ്ട് വിശ്വാസികൾ പ്രതിഷേധിക്കാതെ അടങ്ങിയിരുന്നു കഴിഞ്ഞാൽ മുച്ചൂടും അടിച്ചു മാറ്റാം എന്നുള്ള ഒരു
ഏഹ്, ചിന്തയായിരിക്കാം വി ഡി സതീശനെ ഈ നടപടിയിലേക്ക് നയിച്ചത് എന്ന് വേണം നമ്മൾ സംശയിക്കാൻ. അത് നമ്മൾ അനുവദിച്ചുകൂടാ. അനുവദിച്ചാൽ നമ്മുടെ ക്ഷേത്രങ്ങൾക്കും നമ്മുടെ ധർമ്മത്തിനും വളരെയേറെ ഹാനികരമായിരിക്കും, അപകടകരമായിരിക്കും എന്നുള്ള കാര്യം വിശ്വാസികൾ മറക്കാതിരിക്കുക. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക.